ഈ അടുത്ത് മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിലൊക്കെ മമ്മൂട്ടി എന്ന പേര് ഉയർന്നു വരാറുണ്ട്. മലയാളത്തിൽ മാത്രമല്ല ഇതര ഭാഷാ സിനിമക്കാരും മമ്മൂട്ടി എന്ന പേര് എടുത്തു പരാമർശിക്കാറുമുണ്ട്. സമീപകാലത്തെ മമ്മൂട്ടിയുടെ സിനിമാ തെരഞ്ഞെടുപ്പുകളും പ്രകടനവുമാണ് അതിന് പിന്നിലെ കാരണം. ഇപ്പോഴിതാ നടൻ ഷൈൻ ടോം ചാക്കോയും മമ്മൂട്ടിക്കൊപ്പം വർക്ക് ചെയ്തതിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് മുൻപ് ഷൈൻ നൽകിയ അഭിമുഖം വീണ്ടും ഏറ്റെടുക്കുകയാണ്. ഉണ്ട എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുമൊത്തുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. മമ്മൂട്ടിയുമായി നേരത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ഉണ്ട സിനിമയിലാണെന്നും ഷൈൻ ടോം പറയുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ രാപ്പകൽ, കറുത്ത പക്ഷികൾ, ഡാഡി കൂൾ എന്നീ സിനിമകളിൽ താൻ അസിസ്റ്റന്റ് ആയിരുന്നു. അതിനാൽ ഉണ്ട ചെയ്യുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടിയുമായി തനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നുവെന്നും ഡാഡി കൂൾ ചെയ്തപ്പോൾ കുറച്ചുകൂടി കമ്പനി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഉണ്ട ചെയ്യുമ്പോഴാണ് മമ്മൂട്ടിയുമായി കൂടുതൽ ഇടപഴകാൻ സാധിച്ചതെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. ഉണ്ടയിൽ ഒരു സീനിൽ ചീട്ട് കളിക്കാൻ ഉണ്ടായിരുന്നു. ആ സീനിൽ മമ്മൂക്കയുടെ കഥാപാത്രം ഞങ്ങളോട് ഓരോ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതായിരുന്നു. പക്ഷേ ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ ചീട്ടുകളെ തുടർന്നുവെന്നും എല്ലാവർക്കും വലിയ ആവേശമായിരുന്നു കളിക്കാൻ. 1-2 തവണ കണ്ടപ്പോൾ മമ്മൂക്ക ഒന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നെയും ചെയ്യുന്നത് കണ്ടപ്പോൾ ലൊക്കേഷനിലിരുന്ന് ഇങ്ങനെ കളിക്കരുതെന്ന് മമ്മൂക്ക പറഞ്ഞുവെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ വാക്കുകൾ. അങ്ങനെ മമ്മൂട്ടി പറഞ്ഞതിന്റെ കാരണവും ഷൈൻ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാവരും ആ കഥാപാത്രമായി ഇരിക്കുകയാണ്. അപ്പോൾ ആ കഥാപാത്രത്തിൽ നിന്നും വ്യതിചലിച്ച് ചീട്ടുകളിയിലേക്ക് താല്പര്യം വന്നാൽ ചിലപ്പോൾ അത് സിനിമയെ ബാധിക്കും. ആ കഥാപാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞതെന്നും ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കുന്നു. മമ്മൂട്ടി പൊതുവെ ഒരു സീരിയസ് ആയ ആളാണെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ സെറ്റിൽ ഏറ്റവും സംസാരിക്കുന്നത് മമ്മൂട്ടിയാണെന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. അദ്ദേഹത്തിന് സംഗീതം വളരെ ഇഷ്ടമാണെന്നും മമ്മൂക്ക എപ്പോഴും എല്ലാത്തരം പാട്ടുകളും കേൾക്കുമെന്നും അതുകൊണ്ട് സംഗീതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും അങ്ങനെ പല മേഖലകളെക്കുറിച്ചും മമ്മൂക്ക സംസാരിക്കുമെന്നും ഷൈൻ ടോം പറയുന്നു. ഇതിനു പുറമെ നിരവധി തവണ ഷൈൻ ടോം മമ്മൂട്ടിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. കോടികൾ കിട്ടുമെന്ന ആഗ്രഹം കൊണ്ടല്ല ഈ പ്രായത്തിലും മമ്മൂക്ക അഭിനയിക്കുന്നതെന്നും നമ്മുടെ പ്രായത്തിലുള്ള പല നടന്മാരും ഒരു പടം കഴിഞ്ഞാൽ ലോകം ചുറ്റാനാണ് പോകുന്നത്. എന്നാൽ മമ്മൂട്ടി അടുത്ത സിനിമയുടെ സെറ്റിലേക്കാണ് പോകുന്നതെന്നും ഷൈൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരു ദിവസം രാത്രി 9:30 ആയപ്പോൾ മമ്മൂട്ടി സംവിധായകൻ ഖാലിദ് റഹ്മാനോട് കഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചുവെന്നും റഹ്മാൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞുവെന്നും കഴിക്കാൻ ഫുഡ് എടുത്ത് വെക്കുന്നതിനിടെ ഖാലിദ് റഹ്മാൻ ആ ഒരു ഷോട്ട് എടുക്കാമായിരുന്നല്ലോ എന്ന് പറയുന്നത് കേട്ട ഉടൻ തന്നെ മമ്മൂട്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നത് ചെയ്തുവെന്നും ഷൈൻ ടോം പറയുന്നു. അന്ന് മമ്മൂട്ടിക്ക് വേണമെങ്കിൽ കഴിച്ചിട്ടേ അത് ചെയ്യുള്ളൂവെന്ന് പറയാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഒരു കുട്ടിയെപ്പോലെ റഹ്മാൻ പറഞ്ഞതനുസരിച്ച് അത് ചെയ്യുകയായിരുന്നുവെന്നും അത് ത്യാഗമല്ല, പുള്ളിക്ക് അഭിനയത്തോടുള്ള അത്രയും വലിയ ഇഷ്ടം കൊണ്ടാണെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. അതേസമയം അസിസ്റ്റന്റ് ഡയറക്ടറായി മലയാള സിനിമയിലെത്തിയ ഷൈൻ ടോം ചാക്കോ ഏകദേശം 9 വർഷത്തോളം ആ മേഖലയിൽ പ്രവർത്തിച്ചു. കമലിന്റെ സിനിമകളിലൂടെയാണ് സിനിമയിലേക്ക് ഷൈൻ എത്തുന്നത്. അഭിനയത്തിലേക്ക് വരുന്നതും കമലിന്റെ ഗദ്ദാമ എന്ന ചിത്രത്തിലൂടെയാണ്. അതിലെ ബഷീർ എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ ഉള്ളിലേക്കുന്ന വേഷമാണ്. അതിനുശേഷം നിരവധി വേഷങ്ങൾ ഷൈൻ ടോം ചാക്കോ ചെയ്തു. എന്നാൽ നായകനായി അരങ്ങേറുന്നത് ഇതിഹാസ എന്ന ചിത്രത്തിലൂടെയാണ്. ചിത്രം വമ്പൻ ഹിറ്റാവുകയും ഷൈൻ ടോം മലയാളത്തിലെ മുൻനിര നായകന്മാരിലേക്ക് ഉയരുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.